നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 674 674. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 674. സർഗം 176 ഉദ്ധവരുടെ ഉത്തരവും ദൂതനെ സമാധാനിപ്പിക്കുന്നതും. ഏതു ദൂതൻ? ജരാസന്ധ ഭൂപതി 20,000 രാജാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് എന്താ പറയുക, കാരാഗൃഹത്തിൽ അടച്ചു. അവരെല്ലാവരും കൂടിയിട്ടൊരു ദൂതനെ അയച്ചു. ആ ദൂതനുള്ള സമാധാനം. രാജസൂയത്തിന്, ബ്രഹ്മപുത്രർ ചെയ്യാൻ ഉദ്ദേശിച്ച രാജസൂയത്തിന് ഭഗവാൻ കുടുംബാംഗങ്ങളോട് കൂടിയിട്ടുള്ള പുറപ്പാടും. അപ്പോൾ അതിലെ 18ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. പാടുന്നുണ്ടാകും എപ്പോഴും ആ നൃപാലക പത്നികൾ ജരാസന്ധവധം വിശ്വക്ഷേമത്തിൻ മാർഗമാംവിധം. വിശ്വക്ഷേമത്തിലേക്കുള്ള വഴിയാണ് 20,000 രാജാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കാരാഗൃഹത്തിൽ താമസിപ്പിച്ചിട്ടുള്ള ജരാസന്ധ മഹാരാജാവിനെ വധിക്കുക എന്നുള്ളത്. ഇനി 19ാമത്തെ ശ്ലോകത്തിലേക്ക് പോകണു. പലേ ഗുണമെഴും യജ്ഞം എവിടേക്കും ഇതിഷ്ടമാം. പലേ ഗുണമെഴും യജ്ഞം എവിടേക്കും ഇത് ഇഷ്ടമാം. ഈ വണ്ണം ഉദ്ധവൻ ചൊല്ലി വിനീതൻ മെല്ലെ നിർത്തവേ. ഉദ്ധവരോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അതിൻ്റെ വരും വരായകളൊക്കെ പറ്റി എന്താ നല്ലത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ട് അദ്ദേഹം മൗനം പാലിച്ച് നിന്നു. അഭിനന്ദിച്ചു മുനിയും. നാരദരെ, ബലേ ബലേ ഉദ്ധവരെ, അങ്ങ് കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അഭിനന്ദിച്ചു മുനിയും കൃഷ്ണനും സർവമർത്യരും അമ്പാർന്ന അച്ഛനോടും മറ്റും ആജ്ഞ വാങ്ങി മഹാപ്രഭു. വസുദേവരോട് ആജ്ഞ വാങ്ങി ശ്രീകൃഷ്ണൻ ഭാര്യമാരോടും മക്കളോടും കൂടിയിട്ട് വലിയ സന്നാഹത്തോടു കൂടി ധർമ്മപുത്രരുടെ രാജധാനിയിലേക്ക് എഴുന്നള്ളി. അമ്പാർനാച്ചനോടും മറ്റും ആജ്ഞ വാങ്ങി മഹാപ്രഭു അന്തഃപുരമകം പോകി രുക്മിണ്യാദികളെ സ്വയം വിളിച്ച് കൗതൂഹലം മാർന്ന് അഖിലാണ്ടൈക നായകൻ ഈ അഖില അണ്ടങ്ങളെന്ന് പറഞ്ഞാൽ സൗരയൂഥങ്ങൾക്കും നായകനായിരിക്കുന്ന ശ്രീകൃഷ്ണൻ ഓരോ സൗരയൂഥങ്ങൾക്കും നായകനാണ്. വിളിച്ചു കൗതൂഹലമാർന്ന് അഖില ആണ്ടൈക നായകൻ അരുളി ചെയ്തു വേഗത്തിലെല്ലാരോടും പുറപ്പെടാൻ. പുത്രപൗത്രാദി സഹിതം, പൗത്രന്മാരെ സഹിതം വീണ്ടും ഈ വണ്ണം മോദിനാൻ ഒരു കോഷം കൊടുത്തു. ക്ഷണിച്ചിട്ടുണ്ടു യജ്ഞത്തിനെല്ലാവരെയും അഗ്രജൻ. പ്രായം കൊണ്ട് ധൃതരാഷ്ട്ര ഏട്ടനാണ് കൃഷ്ണന്. ക്ഷണിച്ചിട്ടുണ്ട് യജ്ഞത്തിനെല്ലാവരെയും അഗ്രജൻ. കുറേ നാൾ വേണ്ടതാണ്, ഒന്നും കഷ്ടിയായ കരുത് ഏവരും. കുറേ കാലം അവിടെ താമസിക്കേണ്ടി വരും. എല്ലാവരും വേണ്ടതൊക്കെ എടുത്ത് പുറപ്പെട്ടോളൂ എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. പെട്ടെന്ന് പോയി വരലല്ല. അവിടെ പോയി ഭീമനെയും അർജുനനെയും കൂട്ടി മഗധ രാജ്യത്ത് പോയി ജരാസന്ധനെ വധിക്കണം. അതിൻ്റെ ഇടയ്ക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന രാജസൂയ വിളംബരം ചെയ്തിട്ടുള്ള കുതിരേനെ ലോകം, ഈ ഭാരതം മുഴുവൻ നടത്തിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എല്ലാ സംരംഭങ്ങളും ചെയ്യണം. ചില്ലറ കളിയല്ല.
അതുകൊണ്ടാണ് പറഞ്ഞത്, അന്തഃപുരം പൂകി രുക്മിണ്യാദികളെ സ്വയം വിളിച്ച് കൗതൂഹലമാർന്ന് അഖിലാണ്ടേക നായകൻ അരുളി ചെയ്തു വേഗത്തിൽ എല്ലാരോടും പുറപ്പെടാൻ പുത്രപൗത്രാദിസഹിതം വീണ്ടും ഈ വണ്ണം മോദിനാൻ. ക്ഷണിച്ചിട്ടുണ്ട് യജ്ഞത്തിനെല്ലാവരെയും അഗ്രജൻ, കുറേ നാൾ വേണ്ടതാണ്, ഒന്നും കഷ്ടിയാകരുത്, ഏവരും കരുതിയിടണമല്ലോ, അങ്ങ് ഇല്ലാഞ്ഞിട്ടില്ല ചൊല്ലൂ ഞാൻ. ഇതാണ് ഒരു സഹോദരന് വേറൊരു സഹോദരനെ പൊക്കി പറയാനുള്ള താല്പര്യം ഉണ്ടാവണം. എന്താ, നിങ്ങളെല്ലാം എടുത്തോളൂ, അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ അവിടെ സുലഭമാണ്, പക്ഷേ നമ്മൾ ചെയ്യാം. വാട്ട് എ മാർവലസ് ബ്യൂട്ടിഫുൾ സോ സ്വീറ്റ് ഇറ്റ് ഈസ്. അതാ പറയാൻ കാരണം. കരുതിയിടണം എല്ലാം അങ്ങില്ലാഞ്ഞിട്ടല്ല ചൊല്ലുവൂ ഞാൻ, കുറേ ഉടൻ ദാരുകനോടോതി യാത്രയ്ക്കെല്ലാം ഒരുക്കുവാൻ. ഇത്രയും ആൾക്കാരെ രഥത്തിൽ കയറ്റി അങ്ങോട്ട് കൊണ്ടുപോകണം, അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് അവിടെ. ഉടൻ ദാരുകനോടോതി യാത്രയ്ക്കെല്ലാം ഒരുക്കുവാൻ ദൂതൻ്റെ അരികിൽ ചെന്ന് ചൊല്ലിനാൻ അഖിലേശ്വരൻ. രാജാക്കന്മാരയച്ചുള്ള ദൂതൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അമാന്തിക്കില്ല, കൊല്ലിച്ചു കൊള്ളാം മാഗധനെ ക്ഷണം. ഇനി എന്താ വേണ്ടത്? ഒരാളങ്ങനെ പറയാൻ വേണ്ടേ? അമാന്തിക്കില്ല, കൊല്ലിച്ചു കൊള്ളാം മാഗധനെ ക്ഷണം. ഈ ഭൂമിയിലെ ജരാസന്ധൻ എന്നുള്ള പേര് ഏതാനും ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ ഇല്ലാണ്ടാക്കി തരാം. പോയിക്കോളൂ, സമാധാനമായിട്ട് പോയിക്കോളൂ. 20,000 രാജാക്കന്മാരോടും പറയൂ, കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞോളൂ. അങ്ങനെ ഇരിക്കുന്ന കൃഷ്ണനാണ് സ്വയം ജ്യോതിസായിട്ട് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കണത് എന്നുള്ളൊരു ബോധ്യം നമ്മൾക്കുണ്ടാവണം. പട്ടാമ്പിയെ വാനോളം വളർത്താൻ ഈശ്വരൻ അന്തര്യാമിയായി കൂടസ്ഥനായിട്ട് ഉള്ളിലുണ്ടെങ്കിൽ, എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഭഗവാൻ നിങ്ങളെ കൈവിടില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ സാക്ഷാൽ ശ്രീഹരി വാഴുന്നുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ അടിമപ്പെട്ടാൽ മതി. ഞാൻ അടിമയാവില്ല എന്നുള്ളത് മാത്രം പറയരുത്. ആർക്കും നിങ്ങൾ അടിമയാവണ്ട. ഭഗവാന്, ഈശ്വരന്, ലോകൈകനാഥന്, അഖിലാണ്ടൈക നായകന് അടിമപ്പെട്ടാൽ നമ്മളല്ലാണ്ട് ആവുമോ? പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. എന്നിട്ടോ, കരുതിയിടണം എല്ലാം അങ്ങില്ലാഞ്ഞിട്ടില്ല ചൊല്ലുവൂ ഞാൻ, ഉടൻ ദാരുകനോടോതി യാത്രയ്ക്കെല്ലാം ഒരുക്കുവാൻ ദൂതൻ്റെ അരികിൽ ചെന്ന് ചൊല്ലിനാൻ അഖിലേശ്വരൻ, മാന്തിക്കില്ല, കൊല്ലിച്ചു കൊള്ളാം മാഗധനെ ക്ഷണം. വാഴും മഹീപാലകർ ആ ദൂതവാക്യം നുകർന്നുടൻ. അപ്പോഴേക്കും ഇയാളവിടെ എത്തി. അവരുടെ മാനസികാവസ്ഥയാണ് പറഞ്ഞത്. ശ്രീകൃഷ്ണ ദർശനം കാത്തുകൊണ്ടേ വാണു തപസ്വികൾ. ഇപ്പോൾ അവർ തപസ്സനുഷ്ഠി, കൃഷ്ണ എപ്പം നമ്മൾ കാണും, കൃഷ്ണ എപ്പം നിങ്ങൾ കാണും. തപസ്വികളായി അവർ, രാജാക്കന്മാരല്ല. രജോ ഗുണം പോയി, സാത്വിക ഗുണം വന്നു അവർക്ക്. മാഴും മഹീപാലകർ ആ ദൂതവാക്യം നുകർന്നുടൻ ശ്രീകൃഷ്ണ ദർശനം കാത്തുകൊണ്ടേ വാണു തപസ്വികൾ. വാളും പരിചയം പൂണ്ടു ഭടർ മുന്നിലിറങ്ങവേ. ആർക്ക്? ശ്രീകൃഷ്ണന് 4 പട മുമ്പിൽ, സൈഡിൽ, പിന്നിൽ. ഇതാ കുട്ടികളടക്കമാണ് പോണത്. ബന്ധുമിത്രാദികളോട് കൂടിയിട്ടാണ് ഭഗവാൻ പോണത്. വാളും പരിചയം പൂണ്ടു ഭടർ മുന്നിലിറങ്ങവേ, പലതരം കസവണി പൂതു പൂമ്പട്ടു ചേലയും രത്നമാലയങ്ങളും മറ്റും ആഭരണങ്ങളും ചമഞ്ഞൊരുങ്ങി വൈദർഭി രുക്മിണി സത്യവ രോഹിണി ലക്ഷ്മണ സത്യഭാമ തുടർന്നുള്ളോർ ഉത്സാഹം തെങ്ങിയേ വരും. എല്ലാ ഭാര്യമാരും പുറപ്പെട്ടു. ബലേ പൊൻകിങ്കിണികൾ മാലങ്ങൾ പുത്തൻ പുലിനഖങ്ങളും അണിഞ്ഞോടിക്കളിച്ചിടും കിടാങ്ങളോടും. അങ്ങനെ ഭഗവാന്റെ പുത്രപൗത്രാദികൾ ഒരേ ഉത്സാഹം. ധർമ്മപുത്രൻ്റെ രാജധാനിയിലേക്ക് രാജസൂയയാഗം കാണാൻ പോവാണ്. അണിഞ്ഞോടിക്കളിച്ചിടും കിടാങ്ങളോടും അങ്ങനെ പുറപ്പെട്ടു മുകുന്ദൻ്റെ പിന്നിൽ ആനന്ദവായ്പോടും.
ധർമ്മജൻ ചെയ്യും ആ യജ്ഞം കാണുവാൻ കുരുനന്ദന. ഉടുപ്പ് പെട്ടി, കണ്ണാടി, കമ്പളങ്ങൾ, കിടക്കകൾ, A to Z സർവാംഗം, വെള്ളിച്ചെല്ലങ്ങൾ, സംഗീത സാമഗ്രികളും വിധം സമ്മാനമെത്രയോ കയറ്റി നിറച്ച പല വണ്ടികൾ. സാമാനം നട്ടോ, സമ്മാനമല്ല, സാമാനം എത്രയോ കയറ്റി നിറച്ച പല വണ്ടികൾ പുറപ്പെടുന്നതേയുള്ളൂ. പല ദാസീജനങ്ങളും. ഇവർക്കൊക്കെ ദാസീജനങ്ങൾ വേണ്ടേ? അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർക്ക് വഴിയിൽ ആവശ്യത്തിനൊക്കെ വേണ്ടേ? പല ദാസീജനങ്ങളും ഇടയ്ക്ക, ശംഖ്, തിമില, തകിൽ, നാഗസ്വരങ്ങളാൽ മുഴങ്ങി ധീമുഖം വിണ്ണിൽ വിമാനങ്ങൾ നിറഞ്ഞുപോയി. ആകാശത്തിൽ ദേവന്മാരൊക്കെ അവരവരുടെ വാഹനത്തിൽ. ഇത് എന്താണ് ഒരു ദ്വാരകയെന്ന് പിന്നെന്താണെന്ന് പറയുക, കൗരവരുടെ രാജധാനിക്കടുത്തുള്ള ഇവരും ഇത് ചെയ്തിട്ടുള്ളത്, താമസം തുടങ്ങിയിട്ടുള്ളത്. നല്ലൊരു സഭാമണ്ഡലമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മയൻ. മുഴങ്ങി ദിഗ്മുഖം മിന്നിൽ വിമാനങ്ങൾ നിറഞ്ഞുപോയി. പൊൻപട്ടം കെട്ടി ഒട്ടേറെ മിന്നീടും കൊമ്പനാനകൾ ആലവട്ടം കൗട തഴ വെൺകൊറ്റക്കുട ആ വിധം എഴുന്നള്ളുകയാം രാജസൂയത്തിന് അഖിലേശ്വരൻ. ജയാരവം മുഴക്കിക്കൊണ്ട് ആർത്തിരമ്പും ജനാവലി സമുദ്രം പോലെ കണ്ടാർന്ന് ഉല്ലസിക്കുന്നു ദേവകൾ. ഇങ്ങനെ ഒരു ഘോഷയാത്ര ഭൂലോകത്തുണ്ടായിട്ടില്ല. ഭഗവാനും ഭഗവാന്റെ എണ്ണിയാൽ തീരാത്തത്ര ഭാര്യമാരും പുത്രന്മാരും പൗത്രന്മാരും ദാസികളും ചതുരംഗപ്പടയും ഒരു സമുദ്രം ഒഴുകി പോണ കൂട്ടത്തിലാണ്. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്തായിരിക്കും? ഭാരതത്തിൻ്റെ നാനാദേശത്തു നിന്ന് ഋഷീശ്വരന്മാരും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും രാജാക്കന്മാരും ധർമ്മപുത്രർക്ക് കപ്പം കൊടുത്ത് രാജസൂയ മഹായജ്ഞം നടക്കാൻ കാണാൻ വേണ്ടിയിട്ടും നമ്മുടെ ഒരു ഭാഗ്യം ആലോചിച്ചു നോക്കും. ഇതൊക്കെ ഇങ്ങനെ വായിക്കാൻ, നിങ്ങളിൽ എത്തിക്കാൻ, അതാണ് ഈശ്വരൻ നമ്മളെ എത്ര വലിയ ആളാക്കിയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ സമുദ്രം പോലെ കണ്ട് അമ്പാർന്ന് ഉല്ലസിക്കുന്നു ദേവകൾ. ഇനി അതിൽ അവസാനത്തെ ശ്ലോകം 37. യദൂത്തമാർച്ച് അല്ലല്ല യദൂത്തമാർച്ചിതനുടൻ നാം മുനീശ്വരൻ യുധിഷ്ഠിരാദികളോട് ഇതൊക്കെ ഓതുവാൻ എളുപ്പമാം വഴിയിൽ ഉയർന്ന ഭംഗുരം വിളങ്ങിനാൻ ഘനപുളകോൾ ഗമാഞ്ചിതൻ. അതായത് യദുകുലത്തിലെ വലിയ ശ്രേഷ്ഠന്മാരെ ഒരു മാർച്ച് നടത്തുകയാണ്. മാർച്ചിതനുടൻ നാം മുനീശ്വരൻ, യദൂത്തമാർച്ചിതനുടൻ നാം മുനീശ്വരൻ യുധിഷ്ഠിരാദികളോട് ഇതൊക്കെ ഓതുവാൻ. ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ നിന്ന് ബന്ധുമിത്രാദികളോടുകൂടി പുറപ്പെട്ടിരിക്കണു എന്ന് കുറുക്ക് വഴി കൂടെ ആകാശമാർഗത്തു കൂടെ എത്തി. ആര്? നാരദമുനി. എവിടെ ഇറങ്ങി അദ്ദേഹം? പാറി പറന്ന് ധർമ്മപുത്രരുടെ രാജധാനിയിൽ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായി ഞാൻ അതാ പറയുന്നു. ഇവിടുത്തെ മൂത്ത സഹോദരനായിരിക്കുന്ന ധർമ്മപുത്രരുടെ ആഗ്രഹപ്രകാരം ഒരു വലിയ രാജസൂയം നടക്കാൻ പോവുകയാണ്. അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാണ്ഡവന്മാരുടെ കണ്ണിലുണ്ണിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ നിന്ന് എല്ലാ ബന്ധുമിത്രാദികളോടും കൂടി എണ്ണിയാൽ തീരാത്ത ഭാര്യ സമൂഹം പുത്രപുത്രാദികളോടും ചതുരംഗപ്പയോടും കൂടിയും പുറപ്പെട്ടിരിക്കുന്നു. ഇനി വേണ്ട കൂട്ടത്തിൽ അവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തോളൂതാ പറഞ്ഞത്.
യദൂതമാർച്ചിതനുടൻ ആ മുനീശ്വരൻ യുധിഷ്ഠിരാദികളോടിതൊക്കെ ഓതുവാൻ എളുപ്പമാം വഴിയിൽ ഉയർന്ന ഭംഗുരം വിളങ്ങിനാൻ ഘനപുളകോൽഗമാഞ്ചിതൻ. ഇതി ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ ചതുസപ്തത്യധികശതതമസർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 175 സർഗം യുധിഷ്ഠിരാദികളുടെ എതിരേൽപ്പും മറ്റും. അപ്പോഴേക്കും ഇവിടെ വലിയ ഒരു പൊടിപൂരം നടക്കാൻ പോണു. ഭഗവാൻ അവിടെ എത്തണു. ഭഗവാനെ സ്വീകരിക്കാൻ നാലങ്കപ്പടയും വാദ്യഘോഷങ്ങൾ, സ്തുതിപാഠകന്മാരെ, ഋഷീശ്വരന്മാരെ പൂർണ്ണകുമ്പ് എടുത്തിട്ട് അപ്പോഴേക്കും എല്ലാവർക്കും താമസിക്കാനുള്ള മണിമന്ദിരങ്ങളായി. എന്തത്? ആ അനർത്ഥദേശം സൗഹീരം മുമ്പാം ഓരോരിടങ്ങളും കടന്ന് ഭക്തോത്തംസങ്ങൾ പലരും വന്നു ചൊല്ലുകയാൽ ഇങ്ങനെ നമ്മുടെ വഴി കൂടെ ഭഗവാൻ വലിയൊരു ജാഥയായിട്ട് പോണു. അതാത് രാജ്യത്തെ രാജാപ്രമുഖന്മാർ വന്നിട്ട് അദ്ദേഹത്തിന് നിറപറ വയ്ക്കുക, പൂമാരി ചൊരിയുക, ശീതളപാനീയങ്ങൾ കുടിക്കാൻ കൊടുക്കുക. എന്തൊക്കെയാണ് ഇപ്പോൾ വേണ്ടത്? കുരുക്ഷേത്രം വഴിക്ക് ഏറെ കുന്നും പുഴയുമാകിലും വളവുണ്ടെങ്കിലും എഴുന്നള്ളിനാൻ അഖിലേശ്വരൻ. വളവും തിരിവും കുന്നും മലകളും പുഴകളും നദികളും പാടമൊക്കെ കടന്നിട്ട് വേണം പോവാൻ. അതിന് ഇവരുടെ രഥത്തിന് ഉരുളാനുള്ള സൗകര്യത്തോട് കൂടിയിട്ട് PWD വർക്കേഴ്സ്, പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഗംഭീരന്മാരായിട്ട് വഴിക്കഴും തൊഴിൽക്കാരിൽ പ്രമാണികൾ പലവരും. PWD സൂപ്രണ്ടൻ്റ് എഞ്ചിനീയർ ഉണ്ട് മുമ്പിൽ, ഇന്നെന്ന മാതിരൊക്കെ ചെയ്യണം പറഞ്ഞിട്ട്. വളവുണ്ടെങ്കിൽ കുരുക്ഷേത്രം വഴിക്കേറെ കുന്നും പുഴയുമാകിലും വളവുണ്ടെങ്കിലും എഴുന്നള്ളിനാൻ അഖിലേശ്വരൻ. വഴിക്കെങ്ങും തൊഴിൽക്കാരിൽ പ്രമാണികൾ പലവരും കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടർപ്പിച്ച എത്രയും പൂണ്ടു കൗതുകം. ഭഗവാന് നിറവറ വെച്ചിട്ടും പൂക്കുല സമർപ്പിച്ചിട്ടും ഇളനീര് വെട്ടി കൊടുത്തിട്ടും ദാഹം മാറ്റിയിട്ടും സ്വർഗത്തിനും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ആർഭാടം. അമ്പാർ നനഞ്ഞാനാമട്ടിൽ ഇന്ദ്രപ്രസ്ഥം മഹാപ്രഭു. ഇന്ദ്രപ്രസ്ഥം എന്നാണ് ഈ നമ്മുടെ ധർമ്മപുത്രരുടെ പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഇന്ദ്രപ്രസ്ഥം. അമ്പാർ നനഞ്ഞാനാമട്ടിൽ ഇന്ദ്രപ്രസ്ഥം മഹാപ്രഭു അവിടെ എത്തി. സർവേശ്വരൻ എഴുന്നള്ളുവതോർത്തോർത്ത് യുധിഷ്ഠിരൻ ആനന്ദ വിവശൻ. എന്താ പറയുക, ധർമ്മപുത്രർക്ക് ഊണില്ല, ഉറക്കമില്ല, കുളിയില്ല, തേവാറില്ല. അഖിലേശ്വരനെ സ്വീകരിക്കാനുള്ള സന്നദ്ധത ആലോചിച്ച് നോക്കണം. ആനന്ദ വിവശൻ, ആ വാക്കുണ്ടല്ലോ, ആനന്ദ വിവശൻ എടുത്താൽ പൊന്തില്ല. ആനന്ദ വിവശൻ ഭീമാർജുനാധിപരിസേവിതൻ. അർജുനാധിപരിസേവിതൻ വാദ്യഘോഷത്തോടും ഉപാധ്യായൊരുത്സാഹവായി പിന്നാൽ. രാജഗുരു, പിന്നെ അസിസ്റ്റന്മാർ, കുട്ടികൾ, ഒരു നേര വേദങ്ങൾ ചൊല്ലാൻ വേണ്ടിയിട്ട്, ഉപനിഷത്ത് മന്ത്രങ്ങൾ ചൊല്ലാൻ വേറൊരു കൂട്ടർ. വാദ്യഘോഷത്തോടും ഉപാധ്യായൊരുത്സാഹവായി പിന്നാൽ ഉറക്കെ ഉദ്ഘോഷിക്കുന്നു മന്ത്രധ്വനിയോടും മഹാൻ. അനേക കോടി ബ്രഹ്മാണ്ടം പാലിക്കും യദുവര്യനെ. എണ്ണിയാ തീരില്ല. ഭഗവാന് വിരാട് സ്വരൂപത്തിൽ ഓരോ രോമകൂപങ്ങളിലും ഓരോ മിൽക്കി വേ, ഓരോ സൗരയൂഥങ്ങളാണ്. അപ്പോൾ അനേക കോടി ബ്രഹ്മാണ്ട നായകനാണ് ഭഗവാൻ. അനേക കോടി ബ്രഹ്മാണ്ടം പാലിക്കും യദുവര്യനെ. അത്യന്ത ഭക്തിപൂർവം ചെന്ന് എതിരേറ്റാൻ ഗുരുദ്വഹാഹേ. പരീക്ഷത്തെ മഹാരാജാവേ. ആരാ പറഞ്ഞത്? ശുഖബ്രഹ്മർഷി പറയാ. പാണ്ഡുപുത്രരുടൻ മുഖ്യ പ്രാണ സാന്നിധ്യമേൽക്കവേ. പാണ്ഡുപുത്രർ ഉടൻ, പാണ്ഡുവിൻ്റെ മക്കൾ 5 ആള്
ധർമ്മപുത്രരെ ഭീമൻ, അർജുനൻ, നകുല സഹദേവന്മാർ പാണ്ഡുപുത്രരുടൻ മുഖ്യപ്രാണ സാന്നിധ്യമേൽക്കവേ. മുഖ്യപ്രാണൻ കൃഷ്ണനാണ്. പ്രാണൻ കൃഷ്ണൻ പ്രാണനാണെങ്കിൽ അകത്തുള്ളപ്പോൾ ശരിയല്ലേ? അകത്ത് കൃഷ്ണനാണ്, പ്രാണൻ മുഖ്യകൃഷ്ണൻ. കൃഷ്ണനെ തട്ടി പുറത്തേക്ക് വരുന്ന നമ്മളെ എക്സൈൽ ചെയ്യണ പ്രാണന് ചൂടുണ്ട്. കാരണം എന്താ? ബ്രഹ്മാണ്ഡകോടി നായകനിൽ തട്ടിയിട്ടാണ് പുറമേൽ നിന്നെടുക്കുന്ന വായു അവിടെ പോയി തട്ടിയിട്ടാണ് വരുന്നത്. ആലോചിച്ച് നോക്കണം. നമ്മൾക്ക് 10 പൈസയുടെ പദ്ധതി വേണ്ട, ഒന്നും വേണ്ട. കൃഷ്ണ 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 ശ്രീകൃഷ്ണ കഥാമൃതം പാനം ചെയ്യാം. അത്യന്ത ഭക്തിപൂർവം ചെന്നെതിരേറ്റാൻ ഗുരുദ്വഹ പാണ്ഡവപുത്രരുടൻ മുഖ്യ പ്രാണ സാന്നിധ്യമേൽക്കവേ. പഞ്ചേന്ദ്രിയങ്ങൾ പോലേറെ മോദിച്ചു ഗുണശാലികൾ. പഞ്ചേന്ദ്രിയങ്ങൾ, കൈ തളരണു, കാല് തളരണു, കണ്ണിൽ ഗർഗതം വരണു, ചെവിയിൽ ഗോവിന്ദ 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 നാമ സങ്കീർത്തനം അങ്ങനെ അലയിടണു. ഭഗവാന്റെ വനമാലയിൽ നിന്ന് ആ തുളസിയുടെ ഗന്ധം മൂക്കിനെ തുളച്ച് കയറുന്നു. ഭഗവാന്റെ മേല് പരട്ടിയിട്ടുള്ള എന്താണെന്നാ പറയുക, ചന്ദന കളഭങ്ങളുടെ മണം മത്ത് പിടിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. വണ്ടുകൾ മുരളുന്നു, ധങ്കാരം. കാരണം എന്താ? വനമാലയിലുള്ള പൂക്കളുടെ എന്തുണ്ണാനെന്നാ പറയുക, മധു ഉണ്ണാൻ വേണ്ടിയിട്ട് വണ്ടുകൾ. പഞ്ചേന്ദ്രിയങ്ങൾ പോൽ ഏറെ മോദിച്ചു ഗുണശാലികൾ. നിത്യനൂതനായി മിന്നും കൃഷ്ണനെ കുരുനന്ദനൻ. നിത്യനൂതനായി മിന്നും. നൂതനെന്നാ തോന്നുന്നു എനിക്ക് ആ വാക്ക്. നൂതനായി മിന്നും കൃഷ്ണനെ ഗുരുനന്ദനൻ. പുണർന്നു നിന്നാനൊട്ടേറെ കെട്ടിപ്പിടിച്ച് ആനന്ദമഗ്നൻ, ആനന്ദത്തിൽ മഗ്നനായിട്ട് വിടുന്നില്ല. ഭഗവാൻ ധൃതരാഷ്ട്രയാണോ വിടാത്തത്? ധൃതരാഷ്ട്ര ഭഗവാനെയാണോ വിടാത്തത്? പറയാൻ പറ്റില്ല. രുക്മിണി, സത്യഭാമ, പട്ടമഹിഷിമാരൊക്കെ അത്ഭുതം കൂറി. ഞങ്ങളെ ആരും ഭഗവാൻ ഇങ്ങനെ പരിരംഭണം ചെയ്തത് കെട്ടിപ്പിടിച്ചിട്ടില്ല. കാരണം ധർമ്മപുത്രരുടെ ധർമ്മം മാത്രമേ ഉള്ളൂ. ഇവരുടെ കയ്യിൽ കുറേ സ്വർണം മുതലൊക്കെ ഉണ്ടാവും. പക്ഷെ ഭഗവാൻ എന്തിനാണ്? എവിടെ ധർമ്മമുണ്ടോ അവിടെ വിജയമുണ്ട് എന്ന് ഞാനല്ല പറഞ്ഞത്. ഗാന്ധാരി ദേവി ദുര്യോധനോട് പറഞ്ഞു, നീ തോൽക്കുന്നു, നീ ജയിക്കുന്നു പറഞ്ഞുവോ? ഇല്ല. എവിടെ ധർമ്മമുണ്ട് അവിടെ കൃഷ്ണനുണ്ട്. ധർമ്മം ആരുടെ ഭാഗത്താണ് അവർ വിജയിക്കും. അപ്പം നമ്മൾ ഭാഗവതം വായിക്കുക, നാരായണീയം വായിക്കുക, അതിൻ്റെ ഉദ്ദേശശുദ്ധി എന്തായിരിക്കണം? ഈശ്വരനെ തൻ്റെ തേരാളിയാക്കി മാറ്റുക. എവിടേക്കാണ് യാത്ര? മോക്ഷത്തിലേക്ക് ഈശ്വരൻ നമ്മളെ നയിക്കണം. മനസ്സിലായില്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ പോലേറെ മോദിച്ചു ഗുണശാലികൾ. നിത്യനൂതനായി മിന്നും കൃഷ്ണനെ ഗുരുനന്ദനൻ. പൂണർന്ന് നിന്നാൻ ഒട്ടേറെ നേരം ആനന്ദവായ്പിനാൽ. ലോകവിഭ്രമം ഒട്ടാകെ അകന്ന് അത്യന്ത നിർമ്മലൻ. രാജാവാണ്, എനിക്ക് പല കാര്യങ്ങളും ചെയ്യാണ്ട് എന്നുള്ള ബുദ്ധിയൊന്നും ഇല്ല ആർക്ക്? ധർമ്മപുത്രർക്ക്. ജഗദീശ്വരൻ്റെ കരവലയത്തിൽ ആനന്ദമഗ്നനായിട്ട് നിൽക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? ശ്രീകൃഷ്ണ ശരീരത്തിൽ ഒട്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ വേണ്ടത്? പുളകം പൂണ്ടു ശോഭിച്ചാൻ ഭാഗ്യവാൻ നിൻ പിതാമഹൻ. എൻ്റെ മുത്തച്ഛൻ പുളകം പൂണ്ടു ശോഭിച്ചാൻ ഭാഗ്യവാൻ നിൻ പിതാമഹൻ. മറ്റു 4 വരും ആ മട്ടിൽ തന്നെ നിർവൃതി കൊള്ളുകയാം. മറ്റു 4 വരെ എന്ന് പറഞ്ഞാൽ ഭീമസേനൻ, അർജുനൻ, നകുല സഹദേവന്മാർ 4 ആൾക്കാരും ആനന്ദമഗ്നന്മാരായിട്ട് എന്തോ എവിടെയാണെന്ന് അറിയില്ല. പോയത് വൈകുണ്ഠത്തിലാണോ ഹൃദയകമലത്തിലാണോ അതൊന്നും ഒരു പ്രശ്നമല്ല.
മാതൃസുതന്മാർ കണ്ണീരാർന്നുടൻ. ഞാനെന്തിനാ കരയണത്? കരയല്ല, ഞാനും അവിടെ ഉണ്ട്. ആ ആർദ്രത 10 പൈസ ചെലവില്ല. ആനത്തലയോളം വെണ്ണ തരാമെടാ. ഹിമാലയ പർവ്വതത്തിൻ്റെ അത്ര വെണ്ണ എനിക്ക് തരുന്നുണ്ട്. ഇനി എന്ത് വേണം എനിക്ക്? ഹിമാലയ പർവ്വതത്തിനോളം വലിപ്പമുള്ള വെണ്ണയാണ് എനിക്ക് തരുന്നത് ഭഗവാൻ. പിന്നെ എനിക്ക് കുറച്ച് ആനന്ദമഗ്നനായാൽ എന്താ കുഴപ്പം? നിങ്ങൾ ആരെങ്കിലും പരിഹസിച്ചുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. ഈ ഒരു ലെവല് ഉണ്ടാവാൻ എത്ര ജന്മം അനുഷ്ഠാനങ്ങൾ വേണം? കോടി ജന്മ പുണ്യാണത്ര ഭാഗവതം കയ്യിലെടുക്കാൻ സാധിക്കുന്നത്. കോടി ജന്മഫലം. അതുകൊണ്ടാണ് മാതൃസുതന്മാർ കണ്ണീരാർന്നുടൻ തൃക്കാൽക്കൽ വീഴവേ. ഭഗവാന്റെ കാല് മരം വെട്ടി വീണു. വാഴ വെട്ടി അങ്ങനെ വീഴാം. മാതൃസുതന്മാർ കണ്ണീരാർന്നുടൻ തൃക്കാൽക്കൽ വീഴുകെ. വിപ്രന്മാരെ വയോവൃദ്ധന്മാരെ മാന്യജനങ്ങളെ വണങ്ങിനാൻ യഥായോഗ്യം അരവിന്ദ വിലോചനൻ. ഭഗവാൻ അങ്ങനൊരു കാര്യമുണ്ട്. ആരെയും നിരുത്സാഹപ്പെടുത്തില്ല ഭഗവാൻ. എല്ലാവരും അർഹിക്കുന്ന രീതിയിൽ ഭഗവാൻ ഇൻഡിവിജ്വലായിട്ട് ഓരോരെയും തൊഴും. ഓരോരേ ഹസ്തദാനം ചെയ്യേണ്ടവർക്ക് ഹസ്തദാനം ചെയ്യും. ആലിംഗനം ചെയ്യേണ്ടവരെ ആലിംഗനം ചെയ്യും. തൻ്റെ കാൽക്കിൽ വീഴുന്നവരെ പ്രായാധിക്യമുള്ളതാണെങ്കിലും ഭഗവാൻ എണീപ്പിക്കണു. എന്താ ഈ കാണിക്കണത്? അപ്പോൾ വണങ്ങിനാൻ യഥായോഗ്യം അരവിന്ദ വിലോചനൻ. ആനന്ദത്താൽ മതിമറന്നേവരും വിശ്വനാഥനെ വാഴ്ത്തി സ്തുതിച്ചു സേവിച്ചാർ എത്രയും ഭക്തിപൂർവകം. ആനന്ദത്താൽ മതിമറന്നേവരും വിശ്വനാഥനെ വാഴ്ത്തി സ്തുതിച്ചു സേവിച്ചാർ എത്രയും ഭക്തിപൂർവകം. പുണ്യശ്ലോകൻ അലിഞ്ഞ് ഈ മട്ട് ഏവരും കൂപ്പി നിൽക്കവേ. എല്ലാവരും എന്താന്നാ പറയാ, സ്ത്രീകളെ, ബാലന്മാരെ, വൃദ്ധന്മാരെ, യുവാക്കളെല്ലാം അഞ്ജലിബന്ധം ചെയ്ത് കൃഷ്ണ 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 മുരാരേ ഗോവിന്ദ കേശവ അച്യുതാനന്ദ ഗോവിന്ദ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിലവിളിക്കണേ. വാഴ്ത്തി സ്തുതിച്ചു സേവിച്ചാർ എത്രയും ഭക്തിപൂർവം. പുണ്യശ്ലോകൻ അലിഞ്ഞ ഈ മട്ട് ഏവരും കൂപ്പി നിൽക്കവേ. എങ്ങും കെട്ടിവിധാനിച്ച പട്ടണം പോകിനാൻ പ്രഭു. ശ്രീകൃഷ്ണ പരമാത്മാവ് ഇതാ വരുണൂന്ന് നാരദരെ ഘോഷിച്ചതോടുകൂടി പണ്ഡിത പാമര വ്യത്യാസമില്ലാതെ കണ്ട്, ബ്രാഹ്മണ ക്ഷത്ര വൈശ്യശൂദ്ര വ്യത്യാസമില്ലാതെ കണ്ട്, അവരവരുടെ പണിയായുധങ്ങളൊക്കെ വെച്ച് എവിടെയാണ് വിധാനങ്ങളില്ലാത്തത് അവിടെ വിധാനിക്കാൻ തുടങ്ങി. ആൾക്കാരെ വിധാനിക്കാനുള്ളത് കോപ്പെടുത്തിട്ട് ഓടുക. എവിടെ നോക്കുമ്പോഴേക്കും അവിടെ വിധാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ വാസസ്ഥലത്തിൽ നിന്ന് എത്രയോ നാഴിക ഓടിയിട്ടുണ്ട് ചിലവർ. കാരണം എന്താ? ഭഗവാൻ വരണ അത് ഉത്സവാക്കി മാറ്റണം. എങ്ങും കെട്ടി വിധാനിച്ച പട്ടണം പോകിനാൻ പ്രഭു. പൊൻതാഴിക കൂടം സൂര്യരശ്മി തട്ടി വിളങ്ങിയും ഗ്രഹങ്ങൾ തോറും സൗവർണ ഭദ്രദീപം കൊളുത്തിയും. സുവർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വിളക്കുകളാണ് കൊളുത്തി വയ്ക്കുന്നതേ. ആ ഗ്രഹങ്ങൾ തോറും സൗവർണ ഭദ്രദീപം കൊളുത്തിയും 6-7 നിലയാർ നീടും അസംഖ്യം മണിമേടകൾ. എന്തിന്? ഭഗവാനും കുടുംബത്തിനും താമസിക്കാൻ. 6-7 നിലയാർ നീടും അസംഖ്യം മണിമേടകൾ. വെണ്മ പൂണ്ട് അതിരമ്യങ്ങൾ നീലാഭരങ്ങൾ ഒരുമയും ആകാശം മുട്ടും. അന്നത്തെ കാലത്ത് അത്രയേ ഉള്ളൂ. 7 നില എന്ന് പറഞ്ഞാൽ അവരവരുടെ കുണ്ടലിൽ നിന്ന് സഹസ്രാരപത്മം വരെയുള്ള അവസ്ഥകളാണ്.
അത് മുട്ടി നിൽക്കണത് ആനന്ദമഗ്നന്മാരായിട്ട് വേദാന്തത്തിൽ മനസ്സിലായില്ലേ? പനിനീരിൻ്റെ സൗരഭ്യം പാതയിൽ കൂടി വീശിയും അലങ്കൃത സംഖ്യ പേരെങ്ങെങ്ങും വിളയാടിയും അലങ്കൃത രസസംഖ്യ പേരെങ്ങെങ്ങും വിളയാടിയും പൊങ്ങിടും അഖിലിൻ ധൂമം കണ്ടു ഭക്തൻ്റെ മാതിരി വളർത്തും മയിൽ ആനന്ദം. മയിലുകൾ ആനന്ദ നൃത്തം ചെയ്യണു. വളർത്തും മയിൽ ആനന്ദം പൂണ്ടുടൻ നൃത്തമാടിയും പൊൻകിങ്ങിണി കുലങ്ങിയിടും കൊടിക്കൂറകൾ പാറിയും 2 നാഴിക നീളത്തിൽ അത്രയും തന്നെ വീതിയിൽ 2 നാഴിക നീളവും വീതിയും. അപ്പം എത്ര സമചതായി? എമ്പാടും പൊന്മതിൽ കെട്ടിനുള്ളിൽ ഒട്ടേറെ ഭംഗിയിൽ പണിഞ്ഞുയർന്നു വമ്പിച്ച കുളിർമപ്പെട്ട പന്തലിൽ ഒരു പന്തലിൻ്റെ 2 നാഴിക വിസ്തീർണം നീളം വീതി. രത്നങ്ങൾ മിന്നീടും പട്ടുമേലാപ്പുകൾ ഗോളോപ്പുകൾ പല വിചിത്രപ്പണികൾ ചിലയിടം കുലവാഴകൾ ചിലയിടത്ത് കുലവാഴകൾ ചന്തങ്ങിൻ ഇളനീർക്കുലങ്ങൾ മണിപീഠങ്ങൾ എത്രയും ആൾ കണ്ണാടികൾ ആവശ്യം ഇല്ല ഏറെ നിഴലിപ്പതായി. കനത്ത രത്നകുംഭങ്ങൾ മിന്നുന്നു 10,000 കനത്ത രത്നകുംഭങ്ങൾ മിന്നുന്നു 10,000 ആമത്തഴും പാണ്ഡവന്മാരുടെ പുണ്യനികേതനം തൃക്കൺ പാർത്ത ഉള്ളിൽ ആനന്ദമാർന്നാൻ അമ്പോരുഹക്ഷണൻ. ഭഗവാന് ഭക്തന്മാരുടെ മനോഹരമായ സൗധങ്ങൾ കണ്ടാൽ ആനന്ദം ഉണ്ടാവും. കാരണം എന്താ? ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം അനുഭവിക്കാൻ കഴിവുള്ളവരെ കാണുമ്പോൾ ഭഗവാനുള്ളൊരു ആനന്ദം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ നമ്പിയാൽ മതി, ഭഗവാൻ എല്ലാം ശരിയാക്കി തരും. പക്ഷേ കോഡ് ഓഫ് കണ്ടക്ട് പറഞ്ഞിട്ടൊന്നുണ്ട്. എങ്ങനെ നമ്മൾ ജീവിക്കണം? കാമക്രോധ മത മത്സര ലോഭ ഭയാദികളെ ബാണം കെട്ടി പുറത്തിട്ടാൽ ആ ഹൃദയഗഹ്വരത്തിൽ ഭഗവാൻ വിളയാടുകയായി. പിന്നെ ഭയപ്പെടണ്ട. ഒരു പ്രാവശ്യം മനസ്സിലുള്ള മാനങ്ങൾ നമ്മൾ മാറ്റിക്കൊടുത്താൽ പിന്നെ ഭഗവാൻ തലനാരയ്ക്കൊരു ഗ്യാപ്പ് ഉണ്ടാക്കി തരില്ല. ഈ 6 വൈരുകൾ എൻ്റെ ഉള്ളിൽ കയറാണ്ടിരിക്കാൻ ഭഗവാൻ ഭക്തി നമുക്ക് തരും. ആ ഭക്തിയുടെ മാധ്യമത്തിൽ കൂടെ നമ്മൾക്ക് അനന്യശരണാഗതനായിട്ട് ഭഗവാനെ നമ്മൾ പ്രേമിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ നോക്കിയായി. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം എല്ലാവരിലും എത്തപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്ന പ്രമാണമായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. കാരണം അതുകൂടെ ലോകരുടെ ശാന്തിയും സമാധാനത്തിനും നമ്മുടെ പ്രാർത്ഥന കാരണമായാൽ നമ്മുടെ വൈകല്യങ്ങളൊക്കെ ഭഗവാൻ ശിഥിലീകരിച്ച് തരും. നമസ്കാരം.